എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കക്ക തോരനാണ് ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിലെ പ്രധാന വിഭവം. ആദ്യം നമുക്ക് കക്ക തോരൻ തയ്യാറാക്കാം. അതിനായി കക്ക ഇറച്ചി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം വേവിച്ചെടുത്ത കക്ക ഇറച്ചിയിലേക്ക് മസാലപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് 20 മിനിറ്റ് നേരം അടച്ച് വെക്കുന്നുണ്ട്. 1/2 കിലോ കക്ക ഇറച്ചിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനായി ഒരു തേങ്ങ ചിരവിയതും 1 തണ്ട് കറിവേപ്പിലയും 10 ചെറിയ ഉള്ളിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 പച്ചമുളകും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചതച്ചെടുത്താലും മതിയാവും. അങ്ങനെ കക്കാത്തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട്. 20 മിനിറ്റ് നേരം നമ്മൾ കക്ക മസാലയൊക്കെ പുരട്ടി വെക്കുമ്പോൾ അത് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. കക്ക ഇറച്ചി നമ്മൾ വേവിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടാതെ നമ്മൾ കക്ക ഇറച്ചി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് ചട്ടിയുടെ അടിക്ക് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് 4 സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും 10 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി മാത്രമാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സവാള ചേർത്തിരിക്കുന്നത്. ഇനി 15 വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. വെളുത്തുള്ളി നമ്മൾ ചതച്ചാണ് ചേർക്കുന്നതെങ്കിൽ 6 എണ്ണം ചേർത്താൽ മതിയാവും. ഇതിലേക്ക് ചേർത്തിട്ടുള്ള സവാളയൊക്കെ വാടി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയുടെ അടിയിലേക്ക് കക്ക ഇറച്ചി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ സവാളയും കക്കായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം പാത്രത്തിൻ്റെ മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ചെറു ചൂടോടുകൂടി കക്ക ഇറച്ചി തോരൻ ഉപയോഗിച്ച് തുടങ്ങാം. ഇന്നത്തെ പൊതിച്ചോറിലെ പ്രധാന വിഭവം കക്കാത്തോരനാണ്. അങ്ങനെ തോരനൊക്കെ റെഡിയായി. കരിനന്തൻ, താട, മണങ്ങ് അങ്ങനത്തെ മീനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കുറച്ചെടുത്ത് വറുത്തു. ഇനി നമുക്ക് പൊതിച്ചോറ് തയ്യാറാക്കാം. ചോറും കക്കാത്തോരനും നെല്ലിക്ക അച്ചാറും പിന്നെ മീൻ വറുത്തതുമാണ് ഇന്ന് നമ്മുടെ പൊതിച്ചോറിൽ ഉള്ളത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പൊതിച്ചോറൊക്കെ തയ്യാറാക്കി വെച്ചു. ഉച്ചയ്ക്ക് നമ്മൾ പൊതിച്ചോറെടുത്തു. വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കക്കാത്തോരനും മീൻ വറുത്തതും നെല്ലിക്ക അച്ചാറും ഒക്കെ കൂട്ടി പൊതിച്ചോറ് കഴിച്ചു.
വൈകുന്നേരം നമ്മളൊന്ന് നടക്കാനായിട്ടൊക്കെ ഇറങ്ങി. നമ്മുടെ കുട്ടനാട് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഓരോ പ്രഭാതങ്ങളും ഓരോ സായാഹ്നങ്ങളും വ്യത്യസ്തമാണ്. ഇന്ന് പൊതുവെ മഴ കുറവുള്ള ദിവസമായിരുന്നു. വൈകുന്നേരമൊക്കെ നമ്മൾ കുട്ടനാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി വള്ളങ്ങളൊക്കെ കാണാം. ആറിനരികത്തുകൂടെയൊക്കെ കുറച്ച് നേരം നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന ശേഷം നമ്മൾ പാടത്തിനരികിൽ വന്നു. അവിടെ നമ്മൾ ഒരു നല്ലൊരു കലേഡിയം പ്ലാന്റ് കണ്ടു. കലേഡിയം പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചില സമയത്ത് കാണാം. ഇവിടെ ഇപ്പോൾ കൃഷിക്കായിട്ടുള്ള വിത്തൊക്കെ വിതച്ചിട്ടുണ്ട്. വിത്ത് മുളച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ടൈപ്പ് കലേഡിയം പ്ലാന്റ് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം, കുറച്ച് വിത്തോട് കൂടിയിട്ട് കലേഡിയം പ്ലാന്റ് എടുക്കാൻ പറ്റുമോയെന്ന്. അങ്ങനെ നമ്മൾ ചെറിയ കുറച്ച് കലേഡിയം പ്ലാന്റ് കളക്ട് ചെയ്തു. പുതിയ പുതിയ ചെടികൾ നമ്മുടെ ഗാർഡനിലേക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ്. പിന്നെ നമ്മൾ വൈകുന്നേരം വന്ന് ഒരു ചോക്കോബാറൊക്കെ കഴിച്ചു തിരികെ വീട്ടിലെത്തി. ഇന്നത്തെ നമ്മുടെ ദിവസം വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു. മനോഹരമായ രുചികളും കാഴ്ചകളും ആസ്വദിക്കാൻ ഇന്ന് കഴിഞ്ഞു. നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് ചെടികൾ. പുതിയൊരു ചെടിയെ കൂടെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. പുതിയ പ്രതീക്ഷകളോടെ മുന്നോട്ടേക്ക് നീങ്ങാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.